ഒരു സെലിബ്രിറ്റിയുടെ ഫുൾ ഫാമിലിയും അതിനോടൊപ്പം പ്രതീക്ഷിക്കാത്ത ഒരു യാത്രാ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലോട്ടാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ബസ് എടുത്ത് നമ്മൾ നേരെ തമ്പാനൂരിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേത്രാവതി എക്സ്പ്രസിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമുക്കായിട്ടുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പഴയ കാലങ്ങളെ വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നത് വളരെയധികം കുറവാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ സ്റ്റോപ്പിലും നിർത്തി അങ്ങനെ അവസാനം നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ട് ചെറിയ ആശ്വാസം കിട്ടാനായിട്ട് നമ്മൾ നേരെ ലുലുമാളിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഹൈപ്പറിൽ കയറി ഫുഡ് പർച്ചേസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലാണ് പോയത്. അപ്പോഴാണ് കേട്ടോ ഈ കാണുന്ന സെലിബ്രിറ്റി ഫാമിലിയെ കണ്ടത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. യാത്രാ ക്ഷീണം മുഖത്ത് നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഫ്രഷ് ആയപ്പോ എന്താ മാളിലെ ഡ്രസ് ഷോപ്പിൽ വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. കൊള്ളാല്ലേ. 1-ാം തീയതിയും സ്കൂൾ ലീവും കൂടെ ആയപ്പോൾ നല്ല രീതിയിലുള്ള റഷ് തന്നെ നമുക്ക് ലുലുമാളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സാധനം പോലും പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷോപ്പിൽ നിന്ന് കഴിക്കാന്ന് കരുതി കയറിയ കിടിലൻ കടയായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത്. 80 രൂപയ്ക്ക് നല്ല രീതിയിലുള്ള ബിരിയാണി, ബീഫ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടപ്പള്ളി മെട്രോന് അടുത്തായിട്ടുള്ള കഫേ കൊച്ചിയാണ്. മാളിൽ കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാന്ന് കരുതി വീണ്ടും പോയപ്പോഴാണ് കേട്ടോ ഒരു സുഹൃത്ത് പരിചയപ്പെട്ടത്. ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം നിസ്കരിക്കാൻ സമയമായതുകൊണ്ട് തന്നെ നേരെ നമ്മൾ പള്ളിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നിസ്കരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ആലുവ മെട്രോ എടുത്ത് നമ്മൾ ഇനി നേരെ എയർപോർട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. മെട്രോ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും താഴെ വെൻഡിങ് മെഷീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ജ്യൂസ് കുടിച്ച ശേഷം തന്നെ നമ്മൾ ഇനിയിപ്പോ നേരെ എയർപോർട്ട് ഫീഡർ ബസ്സിൽ കയറി തന്നെ നമ്മൾ എയർപോർട്ട് കാണാനാണ് പോകുന്നത്. കൊച്ചി എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് അധികം ഫ്ലാറ്റിന്റെയും സോളാറിന്റെ ഒക്കെ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് എത്തി. എയർപോർട്ടിൽ ഒരുപാട് അധികം കാഴ്ചകളൊക്കെ കാണാനുണ്ട്. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും വെള്ളം കുടിക്കാനുള്ള സൗകര്യവും അവിടെ അവൈലബിൾ ആണ്. കൊച്ചിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ നമ്മൾ കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷിക്കാത്ത യാത്രയ്ക്ക് ഒരു അവസാനം കുറിക്കുകയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും വാഷ് ബേസിന്റെ അവസ്ഥ ഇതാണ്.